എന്താ സംഭവം സെറ്റ് നല്ല സൂപ്പർ കിട്ടും. 20 ഏക്കർ സ്ഥലത്ത് ഒരൊറ്റ വീട് മാത്രം. ആൾ താമസം ഇല്ലാത്ത വീടാ. ആ പ്രദേശത്ത് എങ്ങും ആൾ താമസമില്ല. കുന്നും മലയും തോട്ടവും. അവിടെ രാത്രി എന്ത് നടന്നാലും ആരും അറിയാൻ പോകും. അതെങ്ങനെ കണ്ടുപിടിച്ചു? മുരളീകൃഷ്ണ കെയർ ഓഫിലെ ഒരു പഴയ വീടാ. മേലാരപ്പുറത്ത് ഇലക്ട്രിക്കലും പ്ലംബിംഗ് വർക്കും ചെയ്യുന്ന 2 പണിക്കാര് അവിടെ വല്ലപ്പോഴും താമസിക്കും. ഇപ്പൊ അവരവിടെ ഇല്ല, വീട് കൂട്ടിയിട്ടേക്ക. ഈ മുരളീകൃഷ്ണനെ വിശ്വസിക്കാമോ? ഒറ്റ കൊടുക്കോ? എന്റെ അളിയൻ ഞാൻ പറയുന്നിടത്തേ നിൽക്കൂ. അളിയൻ പുഞ്ചക്കരയില് 10-25 ഏക്കർ റബ്ബർ തോട്ടം വാങ്ങിച്ചിട്ടേക്കുക. റബ്ബറിന് വിലയില്ലാത്തോണ്ട് ടാപ്പിംഗ് ഒന്നും നടക്കുന്നില്ല. വെറുതെ കാട് പിടിച്ച് കിടക്കുക. അല്ല, അലീനെ എങ്ങനെ അവിടെ എത്തിക്കും? അതിനുള്ള ആൾക്കാരൊക്കെ സെറ്റാ. ശിവേട്ട, അവൾ ഇന്ന് ഹോസ്പിറ്റലുണ്ട്. നമ്മുടെ ആളുകള് അവളെ വാച്ച് ചെയ്യുന്നു. വൈകുന്നേരം ഗോവർദ്ധന്റെ വൈഫ് ബൈസ്റ്റാൻഡായിട്ട് നിൽക്കാൻ. ആ സമയത്ത് അലീന വൈജയുടെ റൂമിൽ നിന്ന് ഗോവർദ്ധനാണ് അവിടെ കടപ്പാട്ടൂർ എത്തിക്കേണ്ട ചുമ. ശിവേട്ടൻ ആ നേരം നോക്കി ഗോവർദ്ധൻ ഇങ്ങോട്ട് വിളിച്ചു വിടും. ഗോവർദ്ധനെ കണ്ടില്ലെങ്കിൽ അവള് വേറെ വഴി, ഒന്നെങ്കിൽ ബസ് അല്ലെങ്കിൽ ഓട്ടോറിക്ഷ. അവിടെയാണ് നമ്മുടെ ഇടപെടൽ. അവൾക്ക് ബസ്സിലും കയറാൻ പറ്റില്ല, ഓട്ടോയും കിട്ടും. നീ എല്ലാം അറേഞ്ച് ചെയ്ത് കഴിഞ്ഞോ? നമ്മുടെ ഭാഗം എല്ലാം റെഡിയാ. ഇനി ഇര വന്ന് കെണിയിലോട്ട് വീണാ മതി. എടാ, സൂക്ഷിച്ച് വേണം കൈകാര്യം ചെയ്യാൻ. പെണ്ണ് കേസാ, പീഡനമായിട്ട് വരും. അതല്ല ഞാൻ നോക്കി. പോലീസിന്റെ കാര്യം ശിവേട്ടനെ SP നമ്മുടെ ആള്. പോലീസിനെ കൊണ്ട് ഒരു ശല്യം ഉണ്ടാവില്ല, ഉറപ്പിച്ചോ? ഈ കൈ ക്ലീൻ ചെയ്യണ്ടേ? ഇതിന് പെയിൻ ഒന്നും ഇല്ലല്ലോ. ആ കൈങ്ങതാ. ചെലപ്പോ പെയിൻ കാണും, അതുകൊണ്ടായിരിക്കും. മിണ്ടാൻ വയ്യല്ലോ. ഇതൊരുമാതിരി വാശിയാ. എന്തിനാ ആന്റി വാശി പിടിക്കുന്നേ? ആന്റിയുടെ മോളല്ലേ ഇത്? മോളെ കൊണ്ട് ഇങ്ങനെയൊക്കെ ചെയ്യിക്കുന്നത് ഇഷ്ടമല്ലാഞ്ഞിട്ടാണോ? ഇപ്പൊ കുഴപ്പമൊന്നുമില്ലല്ലോ. മനസ്സിലായി. മോളെ കൊണ്ട് ജോലി ചെയ്യിപ്പിച്ചത് ഇഷ്ടപ്പെട്ടില്ല. ശരി, അലീന ഒന്നും ചെയ്യണ്ട. ആ ഗ്ലാസ്സിലിരിക്കുന്ന ജ്യൂസ് എടുത്തു കൊടുത്താൽ മതി. എല്ലാം കഴിഞ്ഞു കേട്ടോ. ആ ജ്യൂസ് കുടിച്ച കോളർ വെക്ക്. കോളർ വെച്ചോണ്ട് കുടിക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. പ്ലീസ്, എന്തിനാ ഇങ്ങനെ പിടിവാശി കാണിക്കുന്നേ? ജ്യൂസ് കുടിക്കാൻ കഴിയത്തില്ലേ? എങ്ങതാ, ഞാനും നോക്കട്ടെ. കുടിച്ചേ. മോള് ചെയ്യുന്നതൊന്നും അമ്മയ്ക്ക് അത്ര പിടിക്കുന്നില്ലല്ലോ. എന്നാ പറ്റി? പിണക്കാണോ? മിടുക്കി. ആന്റിക്ക് അലീനയുടെ എന്തോ കൊതിക്കറുകൊണ്ടെന്ന് തോന്നുന്നു. അതാ. എന്തിനാ മോളുടെ അടുത്ത് പിണങ്ങുന്നേ? സ്നേഹ കൂടുതലുകൊണ്ടല്ലേ എങ്ങനെ കൂടെ വന്ന് ശുശ്രൂഷിക്കുന്നേ? എന്തുണ്ട് വിശേഷങ്ങൾ? പെയിൻ ഒക്കെ കുറഞ്ഞില്ലേ? ഈ സ്ലിങ്ങിലിട്ട കൈ കൂടുതൽ അനക്കരുത്. അതിന് ഫ്രാക്ചർ ഉണ്ട്. സ്വെല്ലിംഗ് കുറഞ്ഞിട്ട് വേണം പ്ലാസ്റ്റർ ഇടാൻ. ആ കൈക്ക് നല്ല പെയിൻ ഉണ്ടെന്ന് തോന്നുന്നു. സാരമില്ല കേട്ടോ, എല്ലാം ശരിയാവും. BP-യും ഓക്സിജൻ ലെവലൊക്കെ നോക്കിയോ? വൈകുന്നേരം എല്ലാം നോക്കി. ചാർട്ടിൽ മാർക്ക് ചെയ്തിട്ടുണ്ട്. പനിയൊന്നുമില്ലല്ലോ? ഇല്ല. അണുബാധ ഇല്ലാതെ സൂക്ഷിക്കണം കേട്ടോ. ഞങ്ങളെ ആദ്യം പേടിപ്പിച്ചു കളഞ്ഞു. ഇവിടെ കൊണ്ടുവരുമ്പോ എന്തായിരുന്നു? ഇനിയൊന്നും പേടിക്കണ്ട കേട്ടോ. മനസ്സാണ് ഏറ്റവും നല്ല വൈദ്യം. ഏറ്റവും നല്ല മരുന്നും മനസ്സ് തന്നെ. ഓക്കെ? നേരെ സന്ധ്യയായാലോ, വീട്ടിൽ പോണ്ടേ? ഇനി ഗോവർദ്ധനങ്ങളെ കൊണ്ടുവിടും. ഗോവർദ്ധനേട്ടൻ ഇത്തിരി മുൻപ് പുറത്തേക്ക് പോയല്ലോ. പെട്ടെന്ന് വരുമായിരിക്കും. ആന്റി കയറിക്കും. എന്നാ ശരി, രാവിലെ കാണാം. ഹലോ അച്ഛാ. കഴിഞ്ഞില്ലേ? പോരാറായില്ലേ? നേരെ സന്ധ്യയായി. ഞാനിപ്പോ ഇറങ്ങുവാ. പകരാനാവളെ? സുലോചന ആന്റി കയറി. നീ എന്താ ഇത്രയും വയ്യേ? കുറച്ച് നേരത്തെ ഇറങ്ങണ്ടേ? സാരല്ല അച്ഛാ, ഞാനങ്ങ് വന്നോളാം. ഗോവർദ്ധൻ ഇല്ലേ അവിടെ? ഇവിടെ ഉണ്ടായിരുന്നെന്നാ സുലോചന ആന്റി പറഞ്ഞത്. ഞാൻ നോക്കട്ടെ. ഇല്ലെങ്കിൽ ഞാൻ കാറോട്ട് വരാൻ അങ്ങോട്ട്. അച്ഛൻ ഇനി കാർ എടുത്തോണ്ട് വരാനോ? ഗോവർദ്ധനങ്ങളില്ലെങ്കിൽ ഞാനൊരു ഓട്ടോ പിടിച്ചു വരും. ആകെ 4 കിലോമീറ്റർ അല്ലേ ഉള്ളൂ. ഹോസ്പിറ്റൽ കോമ്പൗണ്ടിന്റെ പുറത്തോട്ടിറങ്ങി പോണ്ടേ ഓട്ടോ കിട്ടാൻ? എന്റെ അച്ഛാ, 2 മിനിറ്റ് നടന്ന ഓട്ടോ സ്റ്റാൻഡാ. എന്നാ വേഗം വാ, ഞാൻ ഗോവർദ്ധനെ വിളിച്ചോട്ടെ. ശരി അച്ഛാ, ഞാൻ 1/2 മണിക്കൂറിനകം എത്തും. ഇതൊക്കെ വേണേ. പെയിൻ കുറഞ്ഞില്ലേ? ഇപ്പൊ ആദ്യത്തെ പോലെ ഇല്ലല്ലോ. ദാഹം തോന്നുന്നുണ്ടോ? ഉണ്ടെങ്കിൽ കരിക്കും വേണം തരാട്ടോ. ഇവിടെ ബൈസ്റ്റാൻഡർ ആയിട്ട് നിന്ന ആ കുട്ടിയില്ലേ, അലീന, അത് ശരിക്കും ഇവരുടെ മകള് തന്നെയല്ലേ? എന്നാ സിസ്റ്റർ അങ്ങനെ ചോദിച്ചേ? ആ കുട്ടി പറഞ്ഞത് ഇവരുടെ മൂത്ത മോളാന്നാ. പക്ഷെ പേഷ്യന്റിന് അവളെ കണ്ടുകൂടാ. ഒന്നും ചെയ്തു കൊടുക്കാനും സമ്മതിക്കത്തില്ല. ജ്യൂസ് എടുത്തു കൊടുത്തപ്പോഴും വേണ്ട. ദേഹത്ത് തൊട്ടാ കൈ തട്ടിക്കളയും. ഭയങ്കര ദേഷ്യം. ചിലപ്പോ എന്തെങ്കിലും പിണക്കം തോന്നിയതാവും. ഇത് അങ്ങനെയല്ലെന്നേ, വെറുപ്പാ. ആ കുട്ടിയാണെങ്കിൽ GDA കോഴ്സ് പഠിച്ചതാ. കെയറിന് നല്ലപോലെ അറിയാം. പക്ഷെ പേഷ്യന്റ് തൊടാൻ സമ്മതിക്കത്തില്ല. നേരാണോ ചേച്ചി? അലീനയോട് ചേച്ചിക്ക് ദേഷ്യമാണോ? ആ കുട്ടി ഉച്ചയ്ക്ക് ഊണ് കഴിക്കാൻ ഇറങ്ങിയപ്പോ ഞാൻ ചോദിച്ചു, അലീന മോളല്ലേന്ന്. കടലാസിൽ എഴുതി കാണിച്ചു അല്ലെന്ന്. അത് പിന്നെ മോളെന്ന് പറയുമ്പോ മായി ചേച്ചി പ്രസവിച്ച മോളല്ല. ബാലേട്ടനും മായി ചേച്ചി തമ്മിലുള്ള കല്യാണം നടക്കുമ്പോ അലീന ഉണ്ട്. അപ്പൊ അലീനയുടെ അമ്മയോ? അവര് മരിച്ചുപോയി. ഓ, 2ാം കല്യാണാണല്ലേ? അത്ര ഇഷ്ടമല്ലായിരുന്നു കല്യാണം കഴിക്കാൻ. എന്നാൽ ഇത്രയും വർഷങ്ങളായില്ലേ, ഇതുവരെ ദേഷ്യം മാറിയില്ലേ? ചിലർക്ക് ഇഷ്ടക്കേട് തോന്നിക്കഴിഞ്ഞാൽ പിന്നെ അടുക്കാൻ വലിയ ബുദ്ധിമുട്ടാ. പിന്നെ ഇവരെങ്ങനെ ഇത്രയും വർഷം ആ വീട്ടിൽ ഒന്നിച്ച് ജീവിച്ചു? ആ പെങ്കൊച്ച് കൊറേ സഹിച്ചു കാണുമല്ലോ. കൊറേയൊക്കെ സഹിക്കാതെ പറ്റൂ. ഇവിടെ വെച്ച് ഇത്രയും വെറുപ്പ് കാണിക്കുമ്പോ വീട്ടിൽ വെച്ച് എന്തായിരിക്കും അല്ലേ? ആ പെങ്കൊച്ചാണെങ്കിൽ ഒരു പാവം, എന്നാ വേണമെങ്കിലും ചെയ്തു കൊടുക്കും. അത് വീട്ടിലും അങ്ങനെയാ, എല്ലാ ജോലിയും ചെയ്യും. 2 പോരാണ് ലോകത്തിൽ വെച്ച് ഏറ്റവും വലിയ പോര്. അമ്മായിമ്മ പോരും നാത്തും പോരൊക്കെ അതിന് താഴെ നിൽക്കും. എനിക്കിതൊന്നും അനുഭവിക്കേണ്ടി വന്നില്ലാത്ത കാരണം ഒന്നും അറിയാൻ മേല. രാത്രി സാറിന്റെ അടുത്ത് പിണങ്ങി ആരോടും പറയാതെ കാർ എടുത്ത് പോയപ്പോൾ അപകടം ഉണ്ടായെന്ന് ഇവിടെ ആരും പറയുന്നത് കേട്ടു. ആണോ? അതൊന്നും ഞാൻ അറിഞ്ഞില്ല. രാത്രി 1:30 മണിക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങി ഒറ്റയ്ക്ക് കാർ ഓടിച്ചു പോകണമെങ്കിലേ നല്ല തന്റെ ഇടം വേണം. ചേച്ചിക്ക് പണ്ട് മുതലേ നല്ല ധൈര്യ. ധൈര്യം നല്ലതാ, പക്ഷെ ഇതുപോലത്തെ ധൈര്യം അപകടം വരുത്തി വെക്കും. ആക്സിഡന്റ് ആർക്കാ ഉണ്ടാവാൻ മേലാത്തെ? ഓരോ ദിവസം എന്തെല്ലാം ആക്സിഡന്റുകളാ. ഞാൻ പറഞ്ഞതേ ഉള്ളൂ. ബാലേന്ദ്രൻ സാറിനെ അറിയാവുന്നോണ്ട് പറഞ്ഞതാ. ഞങ്ങൾ എപ്പോ സ്വർണ്ണം എടുത്താലും അത് സാറിന്റെ സ്വർണ്ണക്കടയിന്നാ. നല്ല പെരുമാറ്റ സാറിന്റെ. ബാലേട്ട പണ്ടേ എങ്ങനെയാ, എല്ലാവർക്കും ഇഷ്ടം. അച്ഛാ, അലീന വന്നില്ലേ മോളെ? ഇല്ലച്ചാ. വരേണ്ട സമയം കഴിഞ്ഞല്ലോ. നീ ഇവിടെ വിളിച്ചായിരുന്നോ? ഞാൻ ഇത്തിരി മുമ്പ് ട്യൂഷൻ കഴിഞ്ഞ് വന്നേ. അന്നേരം വിളിച്ചപ്പോ അമ്മേടെ അടുത്താന്നാ പറഞ്ഞേ. എന്നെ വിളിച്ചിട്ട് 3/4 മണിക്കൂറായി. ഇവിടെ 15 മിനിറ്റ് വരെ. ഒന്നുകൂടെ വിളിച്ചു നോക്കിയച്ചാ, കിട്ടുന്നില്ല അച്ഛാ. സ്വിച്ച് ഓഫ് പറയും. ചേച്ചി ഒരിക്കലും സ്വിച്ച് ഓഫ് ആക്കി വെക്കത്തില്ല. പുതിയ ഫോണല്ലേ, പെട്ടെന്ന് ചാർജും തീരത്തില്ല. ഞാൻ ഗോവർദ്ധനെ ഒന്ന് വിളിച്ചോട്ടെ. ഹലോ വാലട്ടാ. അലീന എവിടെ പോകുന്നില്ലേ ഗോവർദ്ധൻ? പോകുന്നല്ലോ, ഇപ്പൊ ഒരു 1/2 മണിക്കൂറായി കാണും. നീ അവിടെ ഇല്ലായിരുന്നോ? നിന്നെ അല്ലേ പറഞ്ഞ് ഏൽപ്പിച്ചിരുന്നു അവളെ ഇവിടെ കൊണ്ടുവിടാൻ? ഞാൻ വന്നപ്പോഴേക്കും അലീന പോയി വാലട്ടാ. എങ്ങനെ പോയെന്ന് നീ തിരക്കിയില്ലേ? ഞാനോർത്തു
ഓട്ടോറിക്ഷ പിടിച്ച് നീ ആ സമയത്ത് എവിടെ പോയി കിടക്കായിരുന്നു? ശിവേട്ടൻ വിളിച്ചിട്ടുണ്ടായിരുന്നു ഓട്ടോ റൂമിലോട്ട്. എന്തിനു വിളിപ്പിച്ചു? എന്റെ കയ്യിലെ കുറച്ച് രൂപ ഏൽപ്പിച്ചു വൈജയുടെ ഹോസ്പിറ്റൽ ചെലവിന് വേണ്ടിയിട്ട്. എത്ര രൂപ തന്നു? 1 ലക്ഷം. 1 ലക്ഷം. നിന്നോട് ആര് പറഞ്ഞു അത് വാങ്ങാൻ? വേണ്ടെങ്കിൽ ഞാനത് തിരിച്ചു കൊടുത്തേക്കാൻ ബാലേട്ടാ. നീ അവിടേക്ക് ഒന്ന് അന്വേഷിക്കുക, അലീന എവിടെയെങ്കിലും ഉണ്ടോന്ന്. ഓ ശരി ബാലേട്ടാ. അച്ഛാ, നീ റെഡിയാക്കോ, നമുക്ക് ഹോസ്പിറ്റലിൽ ഒന്ന് പോകേണ്ടി വരും. അലീന ചേച്ചിക്ക് എന്നാ പറ്റി അച്ഛാ? എന്തോ കുഴപ്പമുണ്ടോ? 4 തവണ വരേണ്ട സമയം കഴിഞ്ഞു. ആ ഹലോ, ശിവേട്ടൻ ഇപ്പൊ എവിടെയാ? ഞാൻ ഹോട്ടൽ റൂമിൽ ഹോസ്പിറ്റലിലെ തൊട്ടേ. അലീന എവിടെ ഉണ്ടോ? അതെനിക്ക് എങ്ങനെ അറിയാം? ഞാനല്ലല്ലോ അവളുടെ ലോക്കൽ ഗാഡിയ, നീയല്ലേ? എനിക്ക് നിങ്ങളുടെ യുക്തിയും തത്വമൊന്നും കേൾക്കണ്ട. അലീന എവിടെയെന്നാ ചോദിച്ചത്. അതിന്റെ മറുപടിയാണ് ഞാൻ പറഞ്ഞത്. ശിവേട്ടാ, തീക്കൊള്ളി കൊണ്ട് തലച്ചൊറിയല്ലേ? നിങ്ങളുടെ കുടുംബത്തിലുള്ളവർ ദുഃഖിക്കേണ്ടി വരുവേ. ഞാനിവിടെ ദുഃഖിക്കാൻ റെഡി ആയിട്ട് നിൽക്കുക. നീ പോയി നിന്റെ പണി നോക്ക് ബാലേന്ദ്രൻ. ഞാൻ പോലീസിൽ കംപ്ലൈന്റ് ചെയ്യാൻ പോവാ. അലീന എവിടെ ഉണ്ടെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് നല്ലത്. നീ അലീനെ സൂക്ഷിക്കാൻ എന്നെ ഏൽപ്പിച്ചിട്ടാണ് പോയത്, അല്ലല്ലോ? പിന്നെ എന്തിനാ എന്നോട് ചോദിക്കുന്നത്? നിങ്ങൾ അറിയാതെ അലീന എങ്ങോട്ടും പോയിട്ടില്ല എന്നുള്ള കാര്യം എനിക്ക് ഉറപ്പുണ്ട്. ഞാൻ അലീനയുടെ കാവൽക്കാരനല്ല. എന്നോട് ചോദിക്കാൻ വേണ്ട, എനിക്ക് അറിയേം വേണ്ട. അലീന എവിടെയെന്ന് ഞാൻ ചോദിച്ച ഒരു സാമാന്യ മര്യാദക്ക് നിങ്ങൾ പറയേണ്ട ഉത്തരം എന്താ? അലീനയ്ക്ക് എന്ത് പറ്റി? അവള് നിങ്ങളുടെ കൂടെ ഇല്ലേ എന്നല്ലേ? അതിന് പകരം താൻ തർക്കുത്തരമാണ്. അതിൽ നിന്ന് തന്നെ എനിക്ക് മനസ്സിലായി താൻ അറിയാതെ അവക്കൊന്നും സംഭവിച്ചിട്ടില്ല. എന്നാ താൻ കൊണ്ടുപോയി കേസ് കൊടുക്കണോ എനിക്കെതിരെ? നമുക്ക് കോടതിയിൽ വെച്ച് കാണാം, പോലീസ് സ്റ്റേഷനിൽ വെച്ചാണെങ്കിൽ അങ്ങനെയും കാണാം. എന്റെ മോക്ക് എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ തിരിച്ചു പോക്ക് ഗൾഫിലോട്ടായിരിക്കില്ല, പരലോകത്തോട്ടെ. അവന്റെ ഭീഷണി എന്നെ പരലോകത്തയക്കാൻ. അവൻ ആര്? കാലനോ? നിന്റെ ഫോണിലെ കയ്യിൽ ആ ഗോവർദ്ധനെ വിളി. എന്താച്ചാ പറയണ്ടേ? നമ്മൾ ഹോസ്പിറ്റലിലോട്ട് ചെല്ലുമ്പോ അവിടെ ഉണ്ടാവണമെന്ന് പറ. റിങ് ചെയ്യുന്നുണ്ട്, എടുക്കുന്നില്ല അച്ഛാ. പോലീസ് കംപ്ലൈന്റ് ചെയ്ത് അത് കേസാക്കിയ പിന്നെ അതിൽ നിന്ന് ഊരി പോരാൻ കുറച്ച് കഷ്ടപ്പെടേണ്ടി വരും. കാണാനില്ലെന്ന് എന്താ നീ പറഞ്ഞേ? നിന്റെ അച്ഛനും കൊച്ചച്ഛനും എല്ലാം അതിന് കൈയുണ്ട്. വെറുതെ ഓരോന്ന് പറയരുത്. അലീനെ കാണുന്നില്ല. അവള് വൈകുന്നേരം 7 മണിക്ക് ഹോസ്പിറ്റലിൽ ഇറങ്ങിയതാ. വീട്ടിലെത്തിയിട്ടില്ല. അലീനെ ഇന്ന് രാത്രി തന്നെ കണ്ടുപിടിക്കുക. അതിൽ ഒരു സംശയം വേണ്ട. നിങ്ങൾ ആരും വിചാരിക്കുന്ന കളിയല്ല ഇത്. സർവനാശം ഉണ്ടാക്കി വെക്കരുത്.